മുഹമ്മദ് നബി അപ്പിട്ടമാരി ഇടണമെന്നല്ലേ നമ്മളോട് പഠിപ്പിക്കുന്നത്? മുഹമ്മദ് നബി കക്കൂസി കയറുമ്പോ ഇടത്തെ കാല് വെച്ച് കയറി, അതുകൊണ്ട് നമ്മൾ ഇടത്തെ കാല് വെച്ച് കയറും. ഇതല്ലേ നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ? മുഹമ്മദ് നബി അപ്പിടാൻ ഇരിക്കുമ്പോ ഇടത്തെ കാലിലേക്ക് ചാഞ്ഞിരുന്നു, അതുകൊണ്ട് നമ്മളും അപ്പിടാനിരിക്കുമ്പോ ഇടത്തെ കാലിലേക്ക് ചാഞ്ഞിരിക്കണം. ഇതല്ലേ നമ്മളോട് പഠിപ്പിക്കുന്നത്? ശരിയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മുഹമ്മദ് അപ്പിയിട്ടിട്ട് തിരിച്ചിറങ്ങുമ്പോ വലത്തെ കാല് വെച്ച് ഇറങ്ങും, അതുകൊണ്ട് നമ്മളും വലത്തെ കാല് വെച്ച് ഇറങ്ങണം. ഇതല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഉത്തമ മാതൃകയാണ് ലോകാവസാനം വരെയുള്ള ആളുകൾ കണ്ടുമടിക്കേണ്ട, ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ട വ്യക്തിത്വമാണ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ആ മുഹമ്മദ് ചെയ്തു കൂട്ടിയിട്ടുള്ള തെണ്ടിത്തരങ്ങൾ അത് നമ്മൾ പറയണ്ടേ, അന്വേഷിക്കണ്ടേ? അത് ശരിയാ, അത് ശരിയാ. അല്ല, അപ്പൊ നമ്മൾ ഈ ജീവനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മെയിനായിട്ട് ഡൗട്ട്. നമുക്ക് ജീവൻ, ഇവിടുത്തെ അതെ അതെ, നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, ഒരു കുട്ടി ജനിക്കുന്നു, ആ ഒരു കാര്യത്തിലൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് സംശയം. ഇതിനൊക്കെ ഒരു പടച്ചവൻ ഉണ്ടാവില്ലേ? ഓക്കെ, ആദ്യം ജീവൻ ഒന്ന് ഡിഫൈൻ ചെയ്യൂ. എന്താ ജീവൻ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. സെല്ലുലാർ ഡിവിഷനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? കോശങ്ങൾ വിഭജിക്കപ്പെടുന്നത്. ഓർമ്മയിൽ ഇരുന്നില്ല. ഈ മരിച്ച ആളുടെ അവയവം പിന്നെ എങ്ങനെയാണ് വേറെ ആളുടെ ശരീരത്തിൽ വെക്കുമ്പോൾ അത് അവിടെ വളരുന്നത്? അത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച എന്ന് പറയേണ്ടി വരും. അത് ശരി, അത് എന്ത് പ്രിൻസിപ്പളാണ് അവിടെ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വേറെ ശരീരത്തിൽ വെക്കുമ്പോൾ അത് അവിടെ വളരുന്നത്? ഒരു ഖുർആനിലെ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ഉടനെ തന്നെ നിങ്ങളൊരു ആർഗ്യുമെന്റ് വെക്കാറില്ലേ? എന്താണ്? അതിന്റെ സന്ദർഭം നിങ്ങൾ നോക്കണം എന്ന്. അത് വെക്കാറുണ്ട്. ഈ സന്ദർഭം നിങ്ങൾക്ക് എവിടുന്ന കിട്ടുക? ഖുർആനിൽ സന്ദർഭം ഉണ്ടോ? ഖുർആനില്ല. അപ്പൊ പിന്നെ എവിടുന്ന അത് കിട്ടുക? നമ്മൾ അറിവുള്ളവരുടെയും ചോദിക്കും, അല്ലെങ്കിൽ എവിടെ ആരാണ് അറിവുള്ളത്? എവിടെ നോക്കിയിട്ട് എടുക്കും സന്ദർഭം? ഹദീസോ നോക്കും. അതെ, അപ്പൊ ഹദീസ് വേണ്ടേ? അതൊക്കെ. അപ്പൊ നിസ്കാരം നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം എന്നുള്ളത് ഖുറാനിലില്ല, അത് കിട്ടണമെങ്കിൽ ഹദീസ് വേണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നമുക്ക് നബി നമുക്ക് കാണിച്ചു തന്നാണല്ലോ. കാണിച്ചു തന്നത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. അത് ഹദീസിലാണ്, പക്ഷെ നമുക്ക് തലമുറയായിട്ട് അത് വന്നല്ലേ? അങ്ങനെയൊന്നും അല്ലാതെ വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ്. നബിയുടെ കാലത്ത് ജനിച്ച ആളിലേക്ക് എത്തുന്ന തലമുറ ഇന്ന് എവിടെ ഉള്ളത്? അങ്ങനല്ലേ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ഈ തങ്ങന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ ഹദീസ് എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും എന്നാൽ നിങ്ങൾ മുസ്ലിമായി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഹദീസ് നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ രണ്ടും കൂടി നടക്കുക? ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് കാണുമ്പോ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയാണോ? ഇങ്ങനെയുള്ള ഒരാളാണ്, ഈ 6 വയസ്സുകാരിയെ കെട്ടിപ്പൂശി നടന്ന ആളാണ് മുഹമ്മദ്. ഇയാളെയാണ് നമ്മൾ ഈ ലോകാവസാനം വരെയുള്ള ആൾക്ക് മാതൃക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയണ്ടേ? പക്ഷെ ഈ കല്യാണം കഴിച്ചെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഈ പൂശി നടന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്താണ് ചെയ്യാറ് സാധാരണ മനുഷ്യന്മാര്? അല്ല, കല്യാണം കഴിച്ചാൽ എങ്ങനെ പൂശിന്ന് പറയാ? നമ്മളെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് എന്താ ചെയ്യലെന്നൊന്ന് പറയൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാണ്, അബ്രഹാം ലിങ്കൺ സ്വർഗത്തിൽ പോവില്ലേ? പക്ഷെ സ്വർഗത്തിൽ ഇല്ലല്ലോ, പോയില്ല. കാരണം പുള്ളി ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ നന്മ ചെയ്ത അവിടെ പോയിട്ട് ആഘോഷിക്കാന്ന്. അപ്പൊ നന്മ ചെയ്ത് അബ്രഹാം ലിങ്കൺ നരകത്തിലാ പോവാ, അത് ശരിയാണ്? പക്ഷെ പുള്ളിക്ക് അറിയാലോ ഇസ്ലാം എന്നുള്ളൊരു സംഭവം അറിയാലോ. ഷാജി ഏട്ടാ, ഇവിടെ ഇനി ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പറയാണ്. അതായത് അടിമകളെ വെക്കുകയും പൂശുകയും ബലാത്സംഗം ചെയ്ത് നടക്കുകയും ചെയ്ത മുഹമ്മദ് നബി സ്വർഗത്തിലും, അത് നിരോധിച്ച് അവർക്കൊരു സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത അബ്രഹാം ലിങ്കൺ നരകത്തിലും. ഇതിനോട് നിങ്ങൾ യോജിക്കൂ? അത് ശരിയാണ്. അത് ശരിയാണ്. എന്നിട്ട് ഇനി നിങ്ങൾ ഇതൊക്കെ ഇതുപോലുള്ള എന്നിട്ട് പഠിച്ചിറങ്ങിയ ആളാണ് നിങ്ങൾ. ഒരാൾ ഇന്ന കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാല് അവരെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ തലതിരിഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച ആ അള്ളാഹുലാണ് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം? അല്ല, ഞാൻ വിശ്വാസം എനിക്ക് മുഴുവനായിട്ടുള്ള വിശ്വാസമല്ല, കുറച്ച് ഡൗട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഒന്ന് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇളക്കം തട്ടിയാൽ തന്നെ നിങ്ങൾ കാഫിറാണ്.
പോയി, കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇസ്ലാമില് ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. സ്വിച്ച് അല്ല, പകുതി ഓണാക്കി വെക്കാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ പറ്റില്ലല്ലോ. ഇസ്ലാമിലുള്ള ആരാ ഇപ്പൊ ഉള്ളത്? ആരുമില്ല. എങ്ങനെ? പൂർണ്ണമായിട്ട് ഇപ്പൊ 100% വിശ്വാസി ഇപ്പൊ ആരാ ഉള്ളത്? 5 നേരം നിസ്കരിക്കും ഏറ്റവും എല്ലാം. മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ശിർക്ക് ചെയ്യാണ്ടിരിക്കുക, അത്ര ഇസ്ലാമില് വേണ്ടു. ഓക്കെ, നിങ്ങൾ ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഇപ്പൊ ആളെ കൊല്ലുന്നു, കളവ് നടത്തുന്നു, പെണ്ണ് പിടിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, കള്ളു പിടിക്കുന്നു, പക്ഷെ എന്തും നിങ്ങൾക്ക് നമ്മളതൊക്കെ ചെയ്യാം. അറിഞ്ഞുകൊണ്ട് അല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തോ, അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തോ. എന്നാലും നിങ്ങൾ പക്ഷെ ശിർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. എവിടെ പഠിക്കും? അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് ഞാൻ ഉസ്താദിനോട് ഹദീസിലുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഈ 100 ആളെ കൊന്നിട്ടും ഒരാൾക്ക് പുറത്തു കൊടുക്കും, കാരണം അയാള് ശിർക്ക് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ. അതറിയോ? ശിർക്ക് ചെയ്യാതെ നമുക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഒരേ കാര്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ തെളിവ് ചോദിച്ചത് കള്ളന്റെ അടുത്താണ്. അത് നിങ്ങൾ ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ കള്ളനെ സ്നേഹിച്ച കോയയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ്, അതുപോലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയും. അത് നിങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോസ്, നിങ്ങൾ ഈ മതമൊക്കെ വിടും, മതത്തെക്കുറിച്ചുള്ള തിരയിലും പിടിക്കലൊക്കെ വിടുക. പകരം നിങ്ങൾ ഈ ജീവൻ എന്താണ്, മരണം എങ്ങനെയാണ് ശരീരം പരിണമിച്ചത്, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം പഠിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കാണുക. തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അടഞ്ഞു. ഞാൻ നാട്ടിലിങ്ങനെ നിസ്കരിക്കാനൊന്നും പോക്കില്ല. നിസ്കരിക്കാത്തവനെ എറിഞ്ഞു കൊല്ലണം എന്നാണ് പറയുന്നത്. അവന്റെ വീട് തീയിടണം എന്നാണ് പറയുന്നത്. നിസ്കരിക്കാത്തവനെ എറിഞ്ഞു കൊല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വീട് തീയിടണമെന്ന് അവനോടൊപ്പം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ, തെളിവ് കള്ളനോട് പോയി ചോദിച്ചാൽ കിട്ടില്ല. നിങ്ങൾ വേറെ പോയി അന്വേഷിക്കും. ആണോ? ആ, അപ്പോഴോ? ഏയ്, നിസ്കരിക്കാത്തവൻ അങ്ങനെയല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഇതാണ് പ്രശ്നം. മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്നാ പഠിപ്പിക്കുന്നത്? അതൊന്ന് പറയാം. മതം വിട്ടവനെ ഞാൻ ആയത്ത് വായിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ വായിച്ചതാണ്. മതം വിട്ടവനെ കൊല്ലണം തന്നെയാണ് പഠിപ്പിക്കുന്നത്. കൊല്ലണം എന്നാണ്. അത് ശരിയാണോ? ഏയ്, അതൊരിക്കലും ശരിയല്ല. ശരിയല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അയാൾക്ക് വല്ല ക്വാളിറ്റി ഉണ്ടോ ഒരു ദൈവമാകാനുള്ള? പക്ഷെ അതൊക്കെ മുഹമ്മദ് നബിയുടെ ഇതല്ലേ? അള്ളാഹുമായിട്ട് ബന്ധമില്ലേ? ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കും? അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ശരി, അപ്പൊ എന്തായാലും നടക്കട്ടെ. ബാക്കി ചിന്തകൾ നടക്കൂ. ബിരിയാണി കഴിച്ച് പള്ള നിറച്ച് കഴിച്ച് സമാധാനമായിട്ട് ഇരിക്കൂ. ഓക്കെ, ചിന്തിക്കുന്നവർക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കള്ളനെ സ്നേഹിച്ച കോയ. ഓക്കെ, ബൈ. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.